നമസ്കാരം. ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ അറിവുകളും നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളും മുൻകൂട്ടി അറിയാനും അതിനുള്ള പരിഹാരങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജ്യോതിഷ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ദശാബ്ദത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹമാറ്റങ്ങളിലൊന്നായ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്. 2026 മെയ് മാസം 26-ാം തീയതിയോടുകൂടി ദേവഗുരുവായ വ്യാഴഭഗവാൻ മിഥുനം രാശിയിൽ നിന്നും മാറി തന്റെ ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശുഭഗ്രഹമാണ് വ്യാഴം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വര അനുഗ്രഹം, ഭാഗ്യം, ധനം, സന്താനം, വിവാഹം, ഉന്നത വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള എല്ലാ സുപ്രധാന കാര്യങ്ങളുടെയും കാരകനാണ് വ്യാഴം. ഇങ്ങനെയുള്ള വ്യാഴം അതിൻ്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ, അതായത് ഉച്ച അവസ്ഥയിൽ കർക്കിടകം രാശിയിൽ വരുമ്പോൾ അതിൻ്റെ ഫലം രാജയോഗ സമാനമായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. കൃത്യം 12 വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം വീണ്ടും കർക്കിടകത്തിൽ ഉച്ചത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ചില പ്രത്യേക രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമായി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അറുതി വരുത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ഈ രാശിക്കാരെ തേടിയെത്തും. ആ ഭാഗ്യരാശിക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി നോക്കുന്നത്. ഇതിൽ ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ്. മകയിരം നക്ഷത്രത്തിന്റെ അവസാനത്തെ പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്നതാണ് മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശിയിൽ നിന്നാണ് വ്യാഴം ഇപ്പോൾ മാറി രണ്ടാമത്തെ ഭാവത്തിലേക്ക്, അതായത് ധനഭാവത്തിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലം ജന്മവ്യാഴമായിരുന്നതുകൊണ്ട് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരായിരിക്കും മിഥുനം രാശിക്കാർ. നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരു വിജയം കാണാത്ത അവസ്ഥ, തടസ്സങ്ങൾ, രോഗങ്ങൾ ഒക്കെയായിരുന്നു ഇതിൻ്റെ ഫലം. എന്നാൽ ഇനി അങ്ങനെയല്ല. മിഥുനം രാശിക്കാരുടെ സമയം ഇനി തെളിയാൻ പോവുകയാണ്. രണ്ടാമത്തെ ഭാവം എന്ന് പറയുന്നത് ധനസ്ഥാനവും കുടുംബസ്ഥാനവും വാക്സ്ഥാനവുമാണ്. അവിടെ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു കുതിച്ചുചാട്ടം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ തുറന്നു കിട്ടും. ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭം വന്നുചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. കുടുംബത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കലഹങ്ങൾ മാറി സമാധാനവും സന്തോഷവും കൈവരും. വാക്കുകൾക്ക് വിലയുണ്ടാകും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സമയമാണ് വരുന്നത്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല ശമ്പളത്തോടു കൂടിയ ജോലി ലഭിക്കാനും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറി വിസ ലഭിക്കാനുമൊക്കെയുള്ള വലിയൊരു യോഗം ഈ വ്യാഴമാറ്റം മിഥുനം രാശിക്കാർക്ക് നൽകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും ഉന്നത വിദ്യാഭ്യാസത്തിനായി നല്ല കോളേജുകളിൽ പ്രവേശനം ലഭിക്കാനും ഈ സമയം വളരെ അനുകൂലമാണ്. തീർച്ചയായും മിഥുനം രാശിക്കാർക്ക് ഇതൊരു തിരിച്ചുവരവിൻ്റെ കാലമാണ്. എന്നാൽ ഈ പൊതുവായ ഫലങ്ങൾക്കൊപ്പം തന്നെ ഓരോരുത്തരുടെയും ജനന സമയത്തെ കൃത്യമായ ഗ്രഹനിലയും ഇപ്പോഴത്തെ ദശ അപഹാരങ്ങളും കൂടി വിലയിരുത്തുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ 100% പൂർണ്ണമായ ഫലം എന്താണെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനായി നിങ്ങൾക്ക് നമ്മുടെ ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതക പരിശോധനകൾക്കും സംശയ നിവാരണങ്ങൾക്കുമായി വീഡിയോയിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തികച്ചും പ്രൊഫഷണലായ രീതിയിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടിയും ആവശ്യമായ പരിഹാരങ്ങളും ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കാൻ പോകുന്ന മറ്റൊരു രാശി എന്നത് കന്നിരാശിയാണ്. ഉത്തരം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തം, ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 10ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ഇപ്പോൾ 11ാം ഭാവത്തിലേക്ക്, അതായത് ലാഭസ്ഥാനത്തേക്ക് മാറുകയാണ്.
കർമ്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ തൊഴിൽപരമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, മേലധികാരികളിൽ നിന്നുള്ള സമ്മർദ്ദം, ജോലി നഷ്ടപ്പെടുക തുടങ്ങിയവയെല്ലാം കഴിഞ്ഞ കുറച്ചു നാളുകളായി കന്നി രാശിക്കാർ അനുഭവിച്ചിരിക്കാം. എന്നാൽ 11-ലെ വ്യാഴം സർവ്വ അഭീഷ്ട സിദ്ധിയാണ് നൽകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ഒരു സമയമാണിത്. തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാകും. പ്രൊമോഷൻ, ശമ്പള വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭം ഇരട്ടിയാകും. പുതിയ സ്രോതസ്സുകളിൽ നിന്നും പണം വന്നു ചേരും. വിവാഹം നടക്കാൻ കാലതാമസം നേരിട്ടിരുന്നവർക്ക് ഈ സമയത്ത് വളരെ നല്ലൊരു ആലോചന വരികയും വിവാഹം മംഗളകരമായി നടക്കുകയും ചെയ്യും. സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്കും ഈ ഉച്ചവ്യാഴം അനുകൂലമായ ഫലമാണ് നൽകുന്നത്. നിക്ഷേപങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റ് പോലെയുള്ള മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം വന്നുചേരാൻ സാധ്യതയുണ്ട്. കന്നിരാശിക്കാരുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വരുന്ന 12 മാസക്കാലം. സുഹൃത്തുക്കളിൽ നിന്നും മൂത്ത സഹോദരങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കും. എന്തുകൊണ്ടും കന്നിരാശിക്കാർക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും വലിയൊരു നേട്ടമാണ് ഈ ഉച്ചവ്യാഴം നൽകാൻ പോകുന്നത്. അടുത്തതായി നമ്മൾ പറയുന്നത് വൃശ്ചികം രാശിക്കാരെ കുറിച്ചാണ്. വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ കാൽഭാഗവും അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളും ഉൾപ്പെടുന്നതാണ് വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് അഷ്ടമത്തിൽ നിന്ന വ്യാഴമാണ് ഇപ്പോൾ 9-ാം ഭാവത്തിലേക്ക്, അതായത് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത്. കഴിഞ്ഞ ഒരു വർഷം അഷ്ടമവ്യാഴമായിരുന്നതുകൊണ്ട് തന്നെ വൃശ്ചികം രാശിക്കാർ അനുഭവിച്ച ദുരിതങ്ങൾ ചില്ലറയല്ല. ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടം, അപകടങ്ങൾ, മാനസികമായ വിഷമങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവർ നേരിട്ടിട്ടുണ്ടാകും. എന്നാൽ 9-ലേക്ക് വ്യാഴം വരുമ്പോൾ അത് കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ കണ്ണുനീരിനും പകരമായി വലിയൊരു രാജയോഗമാണ് കൊണ്ടുവരുന്നത്. 9-ാം ഭാവം ഭാഗ്യസ്ഥാനവും ഈശ്വരസ്ഥാനവും പിതൃസ്ഥാനവുമാണ്. 9-ലെ വ്യാഴം എല്ലാ അർത്ഥത്തിലും ഭാഗ്യം കൊണ്ടുവരും. നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരവസ്ഥ വരും. ഈശ്വര അനുഗ്രഹം പൂർണ്ണമായി നിങ്ങളോടൊപ്പം ഉണ്ടാകും. പുണ്യക്ഷേത്ര ദർശനം നടത്താനും തീർത്ഥാടനങ്ങൾക്കും അവസരം ലഭിക്കും. 9-ൽ നിൽക്കുന്ന വ്യാഴം അതിൻ്റെ 5-ാം ദൃഷ്ടി കൊണ്ട് നിങ്ങളുടെ ജന്മരാശിയെയും 7-ാം ദൃഷ്ടി കൊണ്ട് 3-ാം ഭാവത്തെയും 9-ാം ദൃഷ്ടി കൊണ്ട് 5-ാം ഭാവത്തെയും നോക്കുന്നു. ജന്മരാശിയിലേക്ക് വ്യാഴ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ആരോഗ്യ പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറി നിൽക്കും. മനസ്സിൽ എപ്പോഴും ഒരു പോസിറ്റീവായ എനർജി ഉണ്ടായിരിക്കും. പുതിയ വീട് വെക്കാനും വാഹനം വാങ്ങാനും ഈ സമയം വളരെ വളരെ അനുകൂലമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ അത് സാധിച്ചെടുക്കാൻ സാധിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ഈ സമയം മുതൽ പഠനത്തിൽ വലിയ രീതിയിലുള്ള പുരോഗതി കൊണ്ടുപോകാൻ സാധിക്കും. പിതാവിൽ നിന്നും അനുകൂലമായ സഹായങ്ങൾ ലഭിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ചുരുക്കത്തിൽ വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് വിരാമം ഇടുന്ന ഒരു സുവർണ കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം തൊട്ട് തുടങ്ങാൻ പോകുന്നത്. അവസാനമായി ഈ വ്യാഴമാറ്റം കൊണ്ട് അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്ന മറ്റൊരു രാശിയാണ് മീനം രാശി. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളും ഉൾപ്പെടുന്നതാണ് മീനം രാശി. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ 4-ാം ഭാവത്തിൽ നിന്ന വ്യാഴമാണ് ഇപ്പോൾ 5-ാം ഭാവത്തിലേക്ക്, അതായത് പൂർവ്വ പുണ്യസ്ഥാനത്തേക്ക് മാറുന്നത്. 4-ലെ വ്യാഴം കാരണം വീടുമായി ബന്ധപ്പെട്ടും മാതാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും നിരവധി പ്രശ്നങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും. എന്നാൽ 5-ാം ഭാവം എന്നത് ബുദ്ധി, സന്താനം, സർഗാത്മകത, പൂർവ്വ പുണ്യം എന്നിവയുടെ സ്ഥാനമാണ്. ഇവിടെ വ്യാഴം ഉച്ചത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയും കാര്യഗ്രഹണ ശേഷിയും അപാരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. കല, കായികം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും അതിലൂടെ വലിയ പ്രശസ്തിയും അംഗീകാരവും നേടിയെടുക്കാനും സാധിക്കും. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈ സമയം സൽസന്താന ഭാഗ്യമുണ്ടാകും. ഇനി കുട്ടികൾ ഉള്ളവരാണെങ്കിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് കണ്ട് ഇവർക്ക് സന്തോഷിക്കാനും സാധിക്കും. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അതിൻ്റെ 5-ാം ദൃഷ്ടി കൊണ്ട് നിങ്ങളുടെ 9-ാം ഭാവമായ ഭാഗ്യസ്ഥാനത്തെയും 7-ാം ദൃഷ്ടി കൊണ്ട് 11-ാം ഭാവമായ ലാഭസ്ഥാനത്തെയും 9-ാം ദൃഷ്ടി കൊണ്ട് ജന്മരാശിയെയും നോക്കുന്നു.
ഇത് അതിഗംഭീരമായ ഒരു യോഗമാണ്. ഭാഗ്യസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും വ്യാഴത്തിന്റെ പൂർണ്ണ ദൃഷ്ടി പതിക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ധനം വന്നുചേരും. ഭാഗ്യക്കുറി, ലോട്ടറി, നറുക്കെടുപ്പുകൾ എന്നിവയിലൂടെ അപ്രതീക്ഷിത ധനലാഭമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് അവരുടെ പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിക്കും. ചുരുക്കത്തിൽ മീനം രാശിക്കാർക്ക് സകലവിധ ഐശ്വര്യങ്ങളും ഈ വ്യാഴമാറ്റം നൽകുന്നുണ്ട്. ഈ പറഞ്ഞ 4 രാശിക്കാർക്കും ഇനി വരുന്ന 1 വർഷക്കാലം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെയും ഉയർച്ചകളുടെയും കാലമാണ്. എന്നാൽ നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ അനുകൂല ഫലങ്ങൾ അനുഭവത്തിൽ വരണമെങ്കിൽ ഈശ്വര പ്രാർത്ഥനകൾ മുടങ്ങാതെ കൊണ്ടുപോകണം. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നെയ്വിളക്ക് സമർപ്പിക്കുന്നതും നാരായണീയം പാരായണം ചെയ്യുന്നതും ഈ രാജയോഗ ഫലങ്ങൾ കൂടുതൽ വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കൃത്യമായ ജനന തീയതിയും സമയവും വെച്ച് തയ്യാറാക്കുന്ന ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന അപഹാരങ്ങൾ കൂടി അനുകൂലമാണെങ്കിൽ ഈ ഫലങ്ങൾ 100% നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. അതിനെക്കുറിച്ച് കൃത്യമായി അറിയാനും നിങ്ങളുടെ ജാതകത്തിലുള്ള മറ്റ് ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ആത്മീയം ആസ്ട്രോ കൺസൾട്ടൻസിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്താതെ വളരെ ലളിതവും കൃത്യവുമായ രീതിയിൽ ജ്യോതിഷ നിർദ്ദേശങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നതിനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഭവിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.